ടോപ്പിക്കാണ് പോപ്പുലേഷൻ ഡെൻസ് ഗ്രോത്ത്. സോ അടുത്ത ടോപ്പിക്കാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു. ആ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്, അതാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടോ, അതായിരുന്നു നമ്മൾ പറഞ്ഞ് ആ പെർട്ടിക്കുലർ ടൈമിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർട്ടിക്കുലർ ഏരിയയിൽ അറ്റ് എ ഗിവൺ ടൈമിലുണ്ടോ, അതായിരുന്നു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു. അതിന് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. സോ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്. സോ ഏതൊരു പോപ്പുലേഷൻ എടുത്താലും, ഏതൊരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ എടുത്താലും, ആ പോപ്പുലേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടിരിക്കില്ല. സ്ഥിരമായിട്ട് ഒരു സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സോ അതൊരിക്കലും സ്റ്റാറ്റിക് അല്ല. സോ ഈ പോപ്പുലേഷൻ ഫോർ എനി സ്പീഷീസ്, ഏതൊരു സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ ആണെങ്കിലും അത് കീപ്പ് ഓൺ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം. സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ആ ഓരോ സ്പീഷീസിൻ്റെയും പോപ്പുലേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് അതർ ഫാക്ടേഴ്സ്. സോ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് സൈസ് ഓഫ് എ പോപ്പുലേഷൻ, നമ്മൾ പറയുന്നത് ഏതൊരു സ്പീഷീസിൻ്റെയും പോപ്പുലേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് പാരാമീറ്റർ. നമുക്കൊരു സ്ഥിരമായിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പാരാമീറ്ററായിട്ട് നമുക്ക് പോപ്പുലേഷൻ്റെ സൈസിനെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ച് ഇൻ ടൈം. സോ പോപ്പുലേഷൻ ചേഞ്ച് ഇൻ ടൈം, ഓരോ സമയത്തിനും അത് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ പോപ്പുലേഷൻ്റെ ചേഞ്ച് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഫുഡ് അവൈലബിലിറ്റി. സോ ആ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ ആ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന ഫുഡ് അവൈലബിലിറ്റി, അതുപോലെ പ്രിഡേഷൻ പ്രഷർ, അവരെ എത്രമാത്രം അവിടെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്, എത്രമാത്രം പ്രിഡേറ്റേഴ്സിൻ്റെ പ്രഷർ അവിടെയുള്ള ഓരോ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഡ്വേഴ്സ് വെതർ ആണോ. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ സൈസ് ഓഫ് എ പോപ്പുലേഷനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാരണം. സോ പോപ്പുലേഷൻ്റെ സൈസ് ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് കാണപ്പെടുകയില്ല. അതൊരിക്കലും ഒരു സ്റ്റാറ്റിക് പാരാമീറ്ററായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. സോ ഈ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറുകളാണ് ഫുഡ് അവൈലബിലിറ്റി, പ്രിഡേഷൻ പ്രഷർ ആൻഡ് അഡ്വേഴ്സ് വെതർ. സോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോപ്പുലേഷൻ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, ഒരു ഐഡിയ കിട്ടുകയാണ്. ആ പെർട്ടിക്കുലർ പോപ്പുലേഷൻ വെദർ ഇറ്റ് ഈസ് ഫ്ലറിഷിംഗ് ആണോ ഡിക്ലൈനിങ് ആണോ, വെദർ ദാറ്റ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുകയാണോ അതോ ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ എന്നുള്ളത് ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ചേഞ്ച് നമുക്ക് കാണിച്ചു തരുന്നത് വെദർ ദാറ്റ് പോപ്പുലേഷൻ ഫ്ലറിഷിംഗ് ആണോ, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതോ ആ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണോ, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ. സോ ഓരോ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെയും ചേഞ്ചസ്, ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ വരുന്ന ഓരോ ചേഞ്ചും നമുക്ക് റിവീൽ ചെയ്യുന്നത് എന്താണ്, അത് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇൻക്രീസ് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതോ അത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. സോ ഏതൊരു സ്ഥലത്തായാലും ഈ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റീനെ നമ്മൾ പറഞ്ഞ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് കാണില്ല എന്ന് പറഞ്ഞു. സോ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഈ പറഞ്ഞ എഫക്റ്റ് ചെയ്യുന്ന 4 ബേസിക് പ്രോസസ്സുകളാണ്. വെദർ ഇറ്റ് ഈസ് ഫ്ലറിഷിംഗ് ഓർ ഡിക്ലൈനിങ്, ഇത് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ബേസിക് പ്രോസസ്സുകളുണ്ട്. അതിൽ 2 എണ്ണമാണ് നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന 2 ബേസിക് പ്രോസസ്സുകളാണ്. സോ നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത്, ഒരു പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ കാണുന്ന നമ്പർ ഓഫ് ബർത്തുകൾ. അതുപോലെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പുതുതായി വന്നു ചേരുന്ന ഇൻഡിവിജ്വൽ സ്പീഷീസുകളാണ് ആ ഹാബിറ്ററ്റിൽ. സോ അതൊക്കെ ഇൻക്രീസ് ഇൻ നമ്പറാണ് പോപ്പുലേഷനിൽ കാണിക്കുന്നത്. സോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്കാണ് ഈ 2 ബേസിക് പ്രോസസ്സുകൾ കാണിക്കുന്നത്. സോ അത് ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാണിക്കുന്നത്. അതേസമയം അടുത്ത 2 ബേസിക് പ്രോസസ്സുകളാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ്,
എത്ര നമ്പർ ഓഫ് ഡെത്ത് നടക്കുന്നു. അതുപോലെ എമിഗ്രേഷൻ, എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സ്പീഷീസ് അവിടുന്ന് ഇല്ലാണ്ട് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, എമിഗ്രേറ്റ് ചെയ്യുന്നു. സോ അത് രണ്ടും ഡിക്രീസ് ആണ് കാണിക്കുന്നത്, രണ്ടും നഷ്ടമാണ് കാണിക്കുന്നത്. സോ മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ, ആ രണ്ട് ബേസിക് പ്രോസസ്സുകളും പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഡിക്രീസ് ചെയ്യാൻ കാണിക്കുന്നത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്ലറിഷിംഗ് ആണോ ഡിക്ലൈനിങ് ആണോ, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനെ ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ് മോർട്ടാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. ഇത് രണ്ടും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് ബേസിക് പ്രോസസ്സുകളാണ്. പിന്നെ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന രണ്ട് ബേസിക് പ്രോസസ്സുകളാണ്.